നടൻ നിവിൻ പോളിയെ വ്യാജക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കോടതി. വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നടപടി സ്വീകരിച്ചത്. കോടതി ചുമത്തിയത് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൻ്റെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വ്യാജക്കേസിൽ കലാശിച്ചത്. ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് കോടതിയുടെ നിലപാട്, ഇതിനാധാരമായ സംഭവം? ഓക്കെ അജിംഷാദ്, ഇത് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ 2ാം ഭാഗം ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് 2023 നിവിൻ പോളി, സംവിധായകൻ എബ്രിഷൻ, അലവലപ്പറമ്പ് സ്വദേശി ഷംനാസ് ഇവർ ഒരു കരാറിൽ ഒപ്പിട്ടിരുന്നു. ആ കരാറിൽ പറഞ്ഞത് സിനിമയുടെ എല്ലാത്തരം അവകാശങ്ങളും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയറിനാണ് എന്നുള്ളതാണ്. എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ച് ഫിലിം ചേംബറിൽ നിന്നും ചിത്രത്തിന്റെ പേരിന്റെ അവകാശം ഷംനാസ് സ്വന്തമാക്കി. ഇതിനുവേണ്ടി നിവിൻ പോളിയുടെ ഒപ്പ് വ്യാജമായി ചേർത്ത രേഖ ഹാജരാക്കുകയും ചെയ്തു. ആ തരത്തിലാണ് ചേംബറിൽ നിന്നും ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ചേംബറിൽ നിന്നും ഇത്തരത്തിലൊരു രേഖ സ്വന്തമാക്കിയത്. അതിൽ പൂർണ്ണ അവകാശം തനിക്കാണ് എന്നാണ് ഷംനാസ് അവകാശപ്പെട്ടത്. അങ്ങനെ ഒരു വ്യാജരേഖയുടെ അടിസ്ഥാനത്തിൽ ഈ വ്യാജരേഖ ഉൾപ്പെടെയാണ് വൈക്കം കോടതിയിൽ പിന്നീട് സത്യവാങ്മൂലമായി ഷംനാസ് നൽകുകയും ചെയ്തു. ഇതിൽ ഇത്തരത്തിൽ തനിക്കാണ് അവകാശം, അത് തട്ടിയെടുക്കാൻ നിവിൻ പോളി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വൈക്കം കോടതിയെ സമീപിക്കുകയും വൈക്കം കോടതിയിൽ നിന്ന് നിവിൻ പോളിക്കെതിരെ FIR ഇടുകയും ചെയ്തു. പക്ഷേ പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 29 ഇങ്ങനെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും വിധം രേഖകൾ ഹാജരാക്കി നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ നിർമ്മാതാവ് ഷംനാസിനെതിരെ വൈക്കം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ആ അന്വേഷണത്തിലാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വ്യാജ സത്യവാങ്മൂലമൊക്കെയാണ് ഇയാൾ ഹാജരാക്കിയത് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഷംനാസിനെതിരെ കേസെടുത്ത് നടപടിക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. വൈക്കം കോടതിയാണ് ഷംനാസിനെതിരെ കേസെടുക്കാൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് BNS നിയമത്തിലെ 229, 236, 237 വകുപ്പുകളടക്കം ചുമത്തിയാണ് ഷംനാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വ്യാജ തെളിവുകൾ നൽകുന്നത് കോടതിയെ കബളിപ്പിക്കലാണ് എന്നും മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 7 വർഷം വരെ തടവ് കിട്ടാവുന്ന അടക്കം കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അജിംഷാദ്.